ആനന്ദപ്പള്ളി ബുദ്ധ മെഡിറ്റേഷൻ സെൻ്ററിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ സമാപിച്ച ഈ 6ാമത് ധമ്മയാത്ര ഇവിടെ ഒരു ആത്മീയ സംഗമമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അനേകം കിലോമീറ്ററുകൾ താണ്ടി പദയാത്രയായി ഇവിടെ എത്തിയ അധികം ക്ലേശം അനുഭവിച്ചിവിടെ എത്തിയ ഒരു യാത്രയെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ബോധിയിലേക്കുള്ളൊരു സഞ്ചാരമായിട്ടാണ് കാണേണ്ടത്. ഈ പദയാത്ര നമ്മളെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ബുദ്ധധർമ്മത്തിലൂടെ യാത്രയും ഇതുപോലെ തന്നെയാണ്. പടിപടിയായി ജാഗ്രതയോടും ഒത്തൊരുമയോടും കൂടിയുള്ള ഒരു യാത്രയാണ് ബുദ്ധധർമ്മത്തിലൂടെ ഉള്ള യാത്ര. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു പുതുമ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഒരു പൈതൃകത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളമുണ്ട് സാംസ്കാരികം അല്ലെങ്കിൽ ആത്മീയ പൈതൃകം കൊണ്ട് സമ്പന്നമാണ്. ഇവിടെ വളരെ അടുത്ത് തന്നെയുള്ള കരുവാടിയിലെ പുരാതനമായ ബുദ്ധവിഗ്രഹം അത് സൂചിപ്പിക്കുന്നു. അത് നമ്മളെ ഒരു സത്യത്തിലേക്കും നയിക്കുന്നുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ബുദ്ധധർമ്മം നിലനിന്നിരുന്നു. ഇവിടെ വിഹാരങ്ങളുണ്ടായിരുന്നു. ഈ ദേശവാസികൾ ധ്യാനം പരിശീലിച്ചിരുന്നു. കരുണയുടെയും സമത്വത്തിൻ്റെയും അടയാളങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു. പിന്നീടത് ഇവിടെ നാട് കടത്തപ്പെടുകയും അനേകം നൂറ്റാണ്ടുകൾ ധമ്മം തിരിച്ചു വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടും വന്നു. 20ാം നൂറ്റാണ്ടിൽ ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കർ മാനവമഹത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു പാതയായി ബുദ്ധമാർഗത്തെ ഉയർത്തി കാണിക്കുകയുണ്ടായി. അദ്ദേഹം ബുദ്ധന് ഒരു ദൈവികമായ പ്രതീകം എന്നതിലുപരി മനുഷ്യൻ്റെ സാമൂഹികവും സമത്വവും നേടുന്നതിനുള്ള ഒരു മാർഗദർശിയായിട്ടാണ് കണ്ടത്. ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ദൗത്യം വളരെ വിശാലവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നുമാണ്. ബുദ്ധൻ അഖണ്ഡ സൂത്രത്തിൽ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ജന്മത്തിലൂടെയല്ല, അദ്ദേഹത്തിൻ്റെ ധർമ്മ ആചരണത്തിലൂടെയാണ്, ധമ്മ ആചരിക്കുന്നതിലൂടെയാണ് അദ്ദേഹം മഹത്വം കൈവരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു പാരമ്പര്യം പുനഃസൃഷ്ടിക്കുമ്പോൾ അത് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലൂടെയല്ല, നേരെ മറിച്ച് അത് ഹൃദയത്തിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. വിഹാരങ്ങൾ ചുമരുകളാൽ വിശദമാകുന്നില്ല. ബുദ്ധധർമ്മത്തിൻ്റെ ആചരണത്തിലൂടെയാണ് വിഹാരങ്ങൾ വിശുദ്ധമാകുന്നത്. ഇന്ന് നമ്മൾ കണ്ട ഈ യാത്രയിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിന്ന് ഇവിടെ ഈ ഒത്തൊരുമയും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഐക്യം ചടങ്ങുകളിൽ മാത്രമല്ല, നമ്മുടെ മൂല്യങ്ങളിലും ഉണ്ടാകണം എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ സഹിഷ്ണുതയും സമൂഹത്തിൽ കരുണയും ജീവിതത്തിൽ സത്യനിഷ്ഠയും മനസ്സിൽ ഏകാഗ്രതയും നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ മൂല്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്നതോടുകൂടി നമ്മൾ കോപത്തിൽ നിന്നും ക്ഷമയിലേക്കുള്ള എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലോഭത്തിൽ നിന്നും തൃപ്തിയിലേക്കും
അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും നമ്മൾ എത്തുന്നതായി. ബുദ്ധധമ്മം മുറുക്കി പിടിക്കുന്ന ഏതൊരു സമൂഹവും ഒരു ദീപം പോലെ പ്രകാശിക്കുന്നതാണ്. ഈ ദീപത്തിന് മറ്റൊരു ദീപം തെളിക്കുവാനുള്ള ഒരു സവിശേഷത ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നിവിടെ തെളിഞ്ഞ ഈ മാവേലിക്കയിൽ തെളിഞ്ഞ ഈ ദീപം കേരളത്തിലും ഇന്ത്യയിലും അനേകം ദീപങ്ങൾ തെളിക്കുവാൻ കഴിയുവാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ